ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ 2024 ക്രിസ്മസ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ആൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇതൊരു കുട്ടി ഫാമിലി വ്ളോഗാണ്. സോ തലേ ദിവസം ക്രിസ്മസിൻ്റെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ക്രിസ്മസ് ആണല്ലോ അവരുടെ മെയിൻ സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ അവർക്കൊരു സർപ്രൈസായിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട് ഫുൾ ക്രിസ്മസ് വൈബിലായിരുന്നു. ലൈക്ക് ട്രീ ആണെങ്കിലും പുൽക്കൂടാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വന്നപ്പം നല്ല അടിപൊളി പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം നോക്കുമ്പം അതിലേറെ സൂപ്പറായിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ജിജോട്ടനും ചേച്ചിയും കൂടിയാണ്. ഈ എല്ലാ ഡെക്കറേഷനും ഐഡിയാസും ഒക്കെ ജിജോട്ടൻ്റെയും ചേച്ചീൻ്റെയും സ്വന്തമാണ്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ക ക്രിസ്മസ് വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിട്ട് തോന്നി. കാരണം പുൽക്കൂടും ട്രീ ഒക്കെ എന്ത് രസമാണ്. എനിക്കാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സെലിബ്രേഷനാണ്. അപ്പം ഇതുപോലെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പുൽക്കൂടൊക്കെ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടില്ലേ പുൽക്കൂട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ആ പുൽക്കൂട് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. കാരണം അത്രയും എഫേർട്ട് അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇത് ലെക്സി കുട്ടിയാണ്. ഇത് നമ്മളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് അവരുടെ. പക്ഷേ ഇവിടെയാണ് ആൾ വന്ന് കിടക്കുക. പിന്നെ ഇത് നമ്മളെ കുഞ്ഞു പോമിക്കുട്ടൻ, പാവം കുട്ടിയാണ് കേട്ടോ, നല്ലൊരു മോനാണ്. അപ്പം അവനെല്ലാവരും കൂടി ആയിട്ട് ക്രിസ്മസ് നമ്മൾ അവിടുന്ന് ആഘോഷിച്ചു. ആരത് ഉണ്ടാക്കിയേ? രണ്ടാളും കൂടി ഉണ്ടാക്കിയതാണ്. രണ്ടാളും കൂടെ ഐഡിയ കൂടെ ചെയ്ത സാധനമാണ്. 4 ദിവസത്തെ പണിയുണ്ട് സാധനം. നല്ല എഫർട്ട് ഉണ്ട്. പിന്നെ വർഷത്തിൽ ഒരു ദിവസമല്ലേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് എഫർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യും. പിന്നെ മാക്സിമം സൂപ്പറാക്കാൻ വേണ്ടി നോക്കും. നല്ല കഷ്ടപ്പാടേ ഉള്ളൂ. കാരണം ഇത് കാണുന്ന കാര്യമല്ല. കാണുമ്പോൾ എന്താ പറയുക, ഇത്രത്തോളം പിറകിൽ പണിയുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ സാധനം ഈ രീതിയിൽ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് ഉണ്ട്. പിന്നെ കുറച്ച് ഐഡിയ വേണം. ഒരു സാധനം ചെയ്ത് വെച്ചാൽ വേറൊരു ടൈപ്പിലേക്ക് വന്നു. പിന്നെ വേറൊന്ന് ഇതുണ്ടാക്കി വരുമ്പോൾ ഇതാണ് ആയി തീരുന്ന ഒരു ഐഡിയ ഇല്ല. ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ഐഡിയയിലേക്ക് വരുന്നു. അതിനനുസരിച്ച് ഓരോ കാര്യം ചെയ്യും. ഇത്രയേ ഉള്ളൂ. പിന്നെ പാറു കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ ഐഡിയ ഉണ്ട്. പിന്നെ ഒരു സാധനം വീഴുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. സാറ് അതിനനുസരിച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ്. പിന്നെ ബാക്ക് ബോൺ വേണം എന്തായാലും. കാരണം വെച്ചാൽ നമുക്ക് നല്ല ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നെ പറ്റിക്കഴിഞ്ഞാൽ അത് ആകെ കൊള്ളാവും. പക്ഷേ ചീ എന്ന് പറഞ്ഞിട്ടൊരു പുഷപ്പ് ബാക്കിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും അത് കൃത്യമായിട്ട് ചെയ്യാൻ തോന്നും. അങ്ങനെയാണിത് കംപ്ലീറ്റ് ആയത്. 4 ദിവസം ഏകദേശം 12-12:30 മണി വരെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലായിരുന്നു. എന്നാലും ഓക്കെ, അടിപൊളിയുണ്ട്.
അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ചേച്ചിയും ജിജോടിന് വരുന്നു. അപ്പോൾ അവരെന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമന് ജിജോടിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ബീഫും കള്ളപ്പവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാമന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് ആ ബീഫും കള്ളപ്പവും. പണ്ടൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പം കേക്കിനൊക്കെ വേണ്ടി കാത്തിരുന്ന ടൈം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ക്രിസ്മസിന് കാത്തിരിക്കുന്നത് ഈ ഒരു ഐറ്റമാണ്, അതായത് ഈ ഒരു ബീഫും കള്ളപ്പവും, അതും ആനിയമ്മേൻ്റെ സ്വന്തം. അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചാലും മതിയാവില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അത്രയും സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ക്രിസ്മസിൻ്റെ തലേന്ന് തന്നെ ആ ഒരു ക്രിസ്മസ് വൈബിൽ അത്രയും സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ഉണ്ടാക്കി തരുമ്പം എന്തായാലും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. ഇപ്പൊ 2024 ക്രിസ്മസ് ആയി, എന്താ പറയാനുള്ളേ? 2024 ക്രിസ്മസ് ആയി. നാളെ 25-ാം തീയതി, നമ്മൾ ഷൂട്ട് ചെയ്ത് 24-ാം തീയതിയാണ്. അപ്പൊ എന്താ പറയാ, ക്രിസ്മസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെന്താ പറയാ, ആഘോഷങ്ങളെല്ലാം അല്ലെ ഒത്തുകൂടലാണ്. ഫാമിലി എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒരേ ദിവസം കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ജാതി ഭേദം അന്യ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന എല്ലാ ആഘോഷങ്ങളും ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ക്രിസ്മസിനെ കാണുന്നു അല്ലേ. ഇപ്രാവശ്യത്തെ പ്രത്യേകത വേറൊന്നുണ്ട്. വീട്ടില് പുൽക്കൂട് ഞങ്ങൾ സെറ്റ് ചെയ്തപ്പോ പുൽക്കൂടിലെ രൂപങ്ങളൊക്കെ വെച്ചത് പാറുവാണ്. അത് വെറൈറ്റി ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും മേരിയുടെ ക്രിസ്മസ് അല്ല, നമ്മുടെ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. Merry Christmas. Merry Christmas. Same to you. Hello, Merry Christmas. പറ. Merry Christmas. ക്രിസ്മസ് അല്ല, Merry Christmas. Merry Christmas. അങ്ങനെ നെക്സ്റ്റ് ഡേ, അതായത് നമ്മളുടെ ക്രിസ്മസ് ഡേ, ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്വേറിയം പണി വീണ്ടും തുടങ്ങി. അതായത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. കാരണം നമ്മളുടെ അക്വേറിയത്തിലുള്ള എല്ലാ മീനും കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം ഒത്തിരി കാലം നമ്മളൊപ്പം ഉണ്ടായിരുന്ന മീനുകൾ വരെ നമ്മളെ വിട്ടുപോയി. അങ്ങനെ നമുക്ക് ആകെ സങ്കടമായി. നമ്മളതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ വീട് വെച്ച ആ ഒരു സമയം തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അക്വേറിയം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആദ്യമായിട്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് നമ്മളിങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏഞ്ചൽ ഞാൻ പറഞ്ഞു എല്ലാ മീനും ചത്തുപോയി എന്ന് പറഞ്ഞ സമയത്ത് ആകെപ്പാടെ ഒരാൾ മാത്രം ബാക്കിയുണ്ടായിരുന്ന സമയം ഞാൻ വേഗം പിടിച്ച് നമ്മളെ ബൗളിലിട്ടതാണ്. അതുകൊണ്ട് ആളിപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് മീനുകൾ കൂടെ നമ്മുടെ ഏഞ്ചൽ കുട്ടിനെയും കൂടി ഇടണം. കുറേ കാലമായി ആൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങിക്കിടക്കണം. അപ്പോൾ ആൾക്കും സന്തോഷമാവട്ടെ. ലഞ്ചിന് സ്പെഷ്യലായിട്ട് നമുക്ക് അമ്മായിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ ചോറിൻ്റെ ഒപ്പം നമ്മൾ കഴിച്ചു കുറേ. അതുകൂടാതെ ഞാനും ഗോപും കൂടി സോസും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നമ്മളതെടുത്ത് കഴിച്ചു. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോസ് കൂട്ടി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫുഡി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചിക്കനും കഴിയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എന്തായാലും കേക്ക് കട്ട് ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാമൻ കേക്കൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് അടിപൊളിയാക്കാം.
അങ്ങനെ 2024 ക്രിസ്മസ് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ഇയറിലെ ക്രിസ്മസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം എനിക്ക് ഇയറിലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് ക്രിസ്മസും ന്യൂ ഇയറും എന്ന് പറയുന്നത്. ഒരു ഫെസ്റ്റീവ് വൈബുള്ളൊരു സീസണാണിത്. മാത്രമല്ല എൻ്റെ ബർത്ത്ഡേ സീസണും കൂടിയാണ്. എനിക്കറിയില്ല, എനിക്ക് അതുകൊണ്ട് ഡിസംബർ ആൻഡ് ജാനുവരി മന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 മാസങ്ങളാണ്. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒന്നും കൂടി മേരി ക്രിസ്മസ് ആൻഡ് ആൻ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.